കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും കരുണയും കരുതലും ഓർത്ത് നന്ദി പറയാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം. എല്ലാ സഹോദരങ്ങളെയും സർവശക്തനായ ദൈവം ഇന്നും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ കണ്ണുകൾ നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, നമ്മളെ നോക്കുന്ന ഒരു കണ്ണുണ്ട്. അറിയുന്ന ഒരു ദൈവമുണ്ട്. ആർക്കും അറിയാൻ പറ്റാത്തത്, മനസ്സിലാകാത്തത് വ്യക്തമായി അറിയാവുന്ന ഒരു മനുഷ്യൻ്റെ എല്ലാ വിഷയവും നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടവനോട് പറയൂ. സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് വാർത്ത, അതെല്ലാം നടുക്കടലിലാണെങ്കിലും കാണുന്നവരും, മരുഭൂമിയിലും വിളിക്കുന്നൊരു ശബ്ദം, ഹാഗറെ. ബലം നഷ്ടപ്പെടുമ്പോഴും കേൾക്കുന്നൊരു ദിവശബ്ദം, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നീ ബലപ്പെട്ടിരിക്കുക എന്ന് പറയുന്ന ദൈവശബ്ദം ഇന്നും നമുക്ക് വേണ്ടി മുഴങ്ങുകയാണ്. മാറേണ്ട വിഷയങ്ങൾ മനുഷ്യബുദ്ധി കൊണ്ട് നമ്മൾ മാറ്റാൻ ശ്രമിക്കേണ്ട. അത് മാറത്തുമില്ല. പക്ഷേ വിശ്വാസത്താൽ മുമ്പോട്ട് പോകുമ്പോൾ ചെങ്കട തനിയെ മാറും. ഡോറുകൾ ഓട്ടോമാറ്റിക്കായി തുറന്നു വരുന്നത് പോലെ സമുദ്രം മാറി നിൽക്കും. അതിനകത്തൂടെ തൻ്റെ ജനം കടന്നു. മനുഷ്യർ നോക്കിയാൽ മാറില്ലത്, ബുദ്ധി പ്രയോഗിച്ചാൽ മാറില്ല. പക്ഷെ ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. എങ്കിൽ ഇന്നും ആ ശ്രേഷ്ഠഭുജം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നു. അപ്പോൾ തന്നെ തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യാൻ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയൂ. ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ സാധ്യമാണോ? ഏത് ശക്തികളോലും പറഞ്ഞിട്ടുണ്ടോ പറ്റില്ല? അതിന് ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചഞ്ചലിക്കരുത്, അവിശ്വസിക്കരുത്, സംശയിക്കരുത്. ദൈവപ്രവർത്തിക്കു വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികൾ നമ്മുടെ അകത്ത് വെളിപ്പെടുത്താൻ സ്വർഗത്തിന് പ്രസാദം. ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കാമോ? ചിലപ്പോൾ ബുദ്ധി നോക്കിയാൽ അത് നടക്കില്ല, ശക്തി കൊണ്ടൊന്നും നടക്കില്ല. ആവർത്തിച്ച് പറയുന്നു, കണക്കൂട്ടലുകൾ തെറ്റും. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ശബ്ദം കണക്കൂട്ടലുകൾക്കപ്പുറത്ത്, പരിധിക്കും പരിമിതിക്കും അപ്പുറത്ത് ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടു വരും. അതാണ് ദൈവം. ആ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി ഇന്ന് പകൽ നമുക്കൊന്ന് തിരിച്ചറിയാം. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായ ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവമുഖം അന്വേഷിക്കാൻ, വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ
പരാജയപ്പെടുത്തില്ല. അതാണ് പറഞ്ഞതിൻ്റെ സാരം. നേരോടെ നടക്കുന്നവർക്ക് ഒന്നിനും ദൈവം മുടക്കം വരുത്തി. അവരെ നടത്തേണ്ടതുപോലെ നടത്തും, എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഒരു ശക്തിക്കും അവരെ തൊടാൻ കഴിയാതെ ദൈവത്തിൻ്റെ കൃപയിൽ തൻ്റെ ജനത്തെ ദൈവം നടത്തി ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലൂടെ അവരെ കൊണ്ടു. ഉൽപ്പത്തി പുസ്തകം 26-1 അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുൻപിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗരാരിൽ ഫിലിസ്ത്യർ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. 26 യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് താമസിക്കുക. വലിയ ക്ഷാമം ഉണ്ടായി. അപ്പോൾ അബ്രഹാം വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് മിസ്രയീമിലേക്ക് പോയി. അവിടേക്ക് തന്നെ പോകാൻ ഈ ക്ഷാമകാലത്ത് ഇസഹാക്കും തീരുമാനിച്ചു. പിതാവ് ഓടിപ്പോയ ഇടത്തേക്ക് പോകാൻ. മിസ്രയീമിൽ ചെന്നപ്പോൾ തനിക്ക് പറ്റിയ ട്രാജഡികൾ നമുക്കറിയാം, അബ്രഹാമിന് പറ്റും. ഇവിടെ ഇസഹാക്കും ആ സ്റ്റെപ്പ് എടുത്തപ്പോൾ 2-ാം വാക്യം ദൈവം പറഞ്ഞു, നീ മിസ്രയീമിലേക്ക് പോകരുത്, നീ ഇവിടെ തന്നെ താമസിക്കണം. എവിടെ? ക്ഷാമമുള്ള ഇടത്ത്, സങ്കടമുള്ള ഇടത്ത്, വേദനിക്കപ്പെട്ട ഇടത്ത്, ഓടിപ്പോകാൻ സാഹചര്യങ്ങൾ നിന്നെ പ്രേരിപ്പിക്കുന്ന ഇടത്ത് തന്നെ നീ നിൽക്കണം. സാഹചര്യങ്ങൾക്ക് അതീതമായി നിന്നെ നടത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ടാവും. സഹോദരങ്ങളെ, ചില വിഷയം വരുമ്പോൾ ഓടിപ്പോകരുത്, പുറകോട്ട് പോകരുത്, മറ്റെങ്കിലും ആശ്രയിക്കരുത്, മാനുഷിക സ്റ്റെപ്പുകൾ ഉപയോഗിക്കരുത്. അതേ ബേത്ലഹേമിൽ ദൈവത്തിൻ്റെ സന്ദർശനം വന്നില്ലേ? പക്ഷെ ഒരു കുടുംബം അതിനു മുമ്പ് ഓടിപ്പോയില്ലേ? അവിടെ ഒത്തിരി തകർച്ചകൾ ആ കുടുംബം അനുഭവിച്ചില്ലേ? നവോമിയുടെ കുടുംബം നമുക്കറിയാതെ. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, പിടിച്ചു നിൽക്കാൻ ജനം തയ്യാറാവണം. ഇസഹാക്കിനോട് ദൈവം അതാണ് അറിയിച്ചത്, നീ പിടിച്ചു നിന്നാൽ ഈ ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന് നീ പറഞ്ഞിടത്ത്, ക്ഷാമമെന്ന് പറഞ്ഞിടത്ത്, ഒന്നും കാണില്ലെന്ന് പറഞ്ഞെടുത്ത നിങ്ങൾ നോക്കൂ, ദൈവം അനുഗ്രഹിച്ചില്ലേ? അതിൻ്റെ 12-ാം വാക്യം ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ദേശത്ത് വിതച്ചു, ആ വർഷം 100 മേനി വിളവ് കിട്ടി. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ക്ഷാമമുള്ള ദേശത്ത്, പ്രതികൂലങ്ങൾ അനുഭവിച്ച ദേശത്ത്, ഒന്നും കാണാൻ സാധ്യതയില്ലെന്ന് അകത്തളങ്ങളിൽ പറഞ്ഞയിടത്ത് വിതച്ചു. അപ്പോൾ പ്രിയരെ, അവിടെ അധികം പ്രവർത്തി. അവിടെ നിങ്ങൾ വിതയ്ക്കൂ, അവിടെ കണ്ണുനീരോടെ വിതയ്ക്കൂ, പ്രാർത്ഥനയോടെ വിതയ്ക്കൂ, വചനം വിതയ്ക്കൂ. അത്ഭുതങ്ങൾ തിരിച്ചു സംഭവിക്കും. വിളവുകൾ ഉണ്ടാകും, കിളിർപ്പുകൾ ഉണ്ടാകും, ദൈവപ്രവൃത്തി ഉണ്ടാകും. പരിശുദ്ധാത്മ അവിടെ തന്നെ നിങ്ങൾ സ്റ്റെപ്പ് എടുത്തെടുത്താട്ടെ ഒരു സന്ദർശനം അയക്കാൻ പോകും. ബേത്ലഹേമിൽ ദൈവത്തിൻ്റെ സന്ദർശനം വന്നതുപോലെ നിങ്ങളായിരിക്കുന്നിടത്ത് ചില സ്റ്റെപ്പുകൾ എടുത്തിട്ട് പുറകോട്ട് പോകാൻ തീരുമാനിക്കുന്നു, വേണ്ട എന്ന് തീരുമാനിക്കുന്നു, മടങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കുകയും
അവിടെ ഇസഹാക്ക് വിതച്ചു. മറന്നു പോകരുത്. അവിടെ മിസ്രൈമിലേക്ക് പോകരുത്. മാനുഷിക സ്റ്റെപ്പുകളെടുത്ത് പരാജയപ്പെടും. ഇന്ന് പകൽ ദൈവാത്മാവിന് പറയാനുള്ളത് അവിടെ ദൈവപ്രവൃത്തി വരിക, അവിടെ ദൈവപ്രവൃത്തി വരിക. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്തിട്ട് പറ, ഞങ്ങൾ ഇവിടെ തന്നെ വിതയ്ക്കും. കണ്ണുനീരോടെ വിതയ്ക്കും, വിശ്വാസത്തോടെ വിതയ്ക്കും, ആത്മാവിൽ വിതയ്ക്കും. ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൻ്റെ ഫലം നിനക്ക് കൊയ്യാൻ പറ്റും. പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ വിതയ്ക്ക്, ആർപ്പോടെ ഒരു കൊയ്ത്ത് അവിടെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ സംഭവിക്കാൻ പോകുകയാണ്. നിന്നെ പരാജയപ്പെടുത്തുമെന്ന് പറയുന്നിടത്ത്, നിന്റെ നിലനിൽപ്പ് അപകടത്തിലായെന്ന് പറഞ്ഞെടുത്ത്, അതേ സങ്കടദേശത്ത് തന്നെ നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കാര്യം ഈ പകൽ വെളിപ്പെടി. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അവരെ ഭയപ്പെടുത്തുന്ന, ഓടിക്കുമെന്ന് പറയുന്ന നിലനിൽപ്പ് അപകടത്തിലായി, ഇനി ഒന്നും കഴിയില്ല, ഒന്നും കാണാൻ പറ്റില്ല, ട്രൈ ആയിടത്ത് തന്നെ അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കാര്യം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. അങ്ങ് പറഞ്ഞാൽ അതനുസരിച്ചാൽ അങ്ങ് വർദ്ധിപ്പിക്കുന്ന ദൈവം, അങ്ങ് ഇടമുണ്ടാക്കുന്ന ദൈവം, അങ്ങ് നിലനിർത്തുന്ന ദൈവം, അങ്ങ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവം. ആ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ പ്രിയപ്പെട്ടവരുടെ മേൽ, തലമുറകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ചില സ്റ്റെപ്പ് എടുക്കാൻ കഴിയാതെ കുഴയുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ ഒരു കൺഫർമേഷനായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. അവിടുത്തെ ആത്മാവ് അങ്ങനെ ചെയ്യുന്നതിന് സ്തോത്രം. സകലമഹത്വമായി യേശു നാം തന്നെ. ആമേൻ. ക്രിസ്തുവിൽ വത്സര സഹോദരങ്ങളെ, ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുക്കൂ, ഓടിപ്പോകരുത്, ഉറച്ചു നിൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവശബ്ദം ഈ പകൽ നിങ്ങൾ കേൾക്കൂ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസവിച്ചുണ്ട്.